രാത്രി ഒരു 8 മണിയാണ്. എവിടെ പോവാന്ന് വെച്ചാൽ നമ്മുടെ കൂത്തുപറമ്പിലെ സെവൻസ് ഫുട്ബോൾ കാണാൻ പോവാണ്. എന്താ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ ഗസ്റ്റായിട്ട് വരുന്നത് പത്മശ്രീ IM വിജയൻ സാറാണ്. അപ്പോൾ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് സാറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയത്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തു, ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടത്. നേരെ ഫുട്ബോൾ കഴിയുമ്പോഴേക്ക് തന്നെ 11:30 നേരെ നമ്മൾ പോയത് ഹോട്ടലിലേക്കാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മളൊരു കൊത്തു പൊറോട്ടയാണ് ഓർഡർ ചെയ്തത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ കൊത്തു പൊറോട്ട. ഞാൻ ആദ്യമായിട്ടാണ് ഹോട്ടലിൽ നിന്ന് കൊത്തു പൊറോട്ട കഴിക്കുന്നത്. നല്ല ഗ്രേവി എല്ലാം ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഇനി ഞാൻ പിറ്റേ ദിവസമാണ് കാണിക്കാൻ പോകുന്നത്. കാരണം പിറ്റേ ദിവസം 5:30 തന്നെ എണീറ്റു. മോന് സ്കൂളിൽ ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ തന്നെ ജോലിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 5:30 നേരെ ഞാൻ കിച്ചണിലേക്ക് പോയി ചോറ് വെച്ചു. ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ചോറിന് വേണ്ട കറിയും, മോന് ലഞ്ച് ബോക്സ് കൊണ്ടുപോകണം, അതുകൊണ്ട് ചോറ്റിന് വേണ്ട കറിയും അതിന് വേണ്ട വറവും ഒക്കെ ഉപ്പേരിയും ഒക്കെ ആക്കി വെക്കണം. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത്. ഇപ്പോൾ ടൈം ഒരു 5:45 അതിന് വേണ്ട കറി പരിപ്പ് കുക്കറിൽ വെച്ച് ഞാൻ വെള്ളരിക്കും പരിപ്പുമാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കയപ്പക്ക ഫ്രൈ ചെയ്തത്, നല്ല ഉപ്പും മുളകും മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഫ്രൈ എടുത്തത് ഫ്രൈ ചെയ്താൽ മോന് ഭയങ്കര ഇഷ്ടമാണ്. അത് നല്ല ഹെൽത്തി ഫുഡുമാണ്, നല്ല കറമുറയായിട്ട് കടിക്കാൻ നല്ല രസമാണ് ചോറ്റിൻ്റെ കൂടെ. അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കയപ്പക്ക ഫ്രൈ. അങ്ങനെ അതൊക്കെ അവിടെ ആക്കി വെച്ചു. അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. കറിക്ക് അരപ്പ് അരച്ചു വെച്ചു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ആക്കി. അപ്പോൾ പിന്നെ കിച്ചണിലുള്ള ഒരുവിധം ജോലികളൊക്കെ തീർന്നു. ഇനി പുറത്തുള്ള കുറച്ച് ജോലികളുണ്ട്. പിന്നെ അലക്കണം, പിന്നെ മുറ്റം ഒന്ന് അടിച്ചു വരണം. ഇപ്പോൾ ഏകദേശം സമയം ഒരു 7 മണി ആയിട്ടുണ്ടാവും. നേരെ ഞാൻ അലക്കാൻ പോവാണ്. രാത്രി എല്ലാ ഡ്രസ്സുകളും നമ്മുടെ വാഷിംഗ് പൗഡറിൽ ഇട്ട് വെക്കും. അപ്പോൾ രാവിലെ കുറച്ച് സിമ്പിളായിരിക്കും നമുക്ക് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ എൻ്റെ അലക്ക് കഴിഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ മുറ്റം ഒന്ന് അടിച്ചു വെക്കും. പിന്നെ പുറത്തേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ജോലികളും ഏകദേശം ഒരുവിധം നമുക്ക് തീർന്ന പോലെയാവും. അങ്ങനെ ഇതാ സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട്. ഇനി എനിക്ക് കിച്ചണിൽ ഒരു പരിപാടിയില്ല, എല്ലാ ജോലികളും തീർന്നു. ഇനി വീട്ടിനുള്ളിലുള്ള സാധനങ്ങൾ കുറച്ച് അടുക്കിപ്പെറുക്കി വെക്കണം. മോനെ എണീപ്പിക്കണം. എക്സാം അല്ലേ, കുറച്ച് പഠിക്കാം. ചിൽഡ്രൻസ് ലവ് മിനി മാം. മോന് ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഞാനൊന്ന് രാവിലെ കുറച്ച് റിവിഷൻ പോലെ ചെയ്യിപ്പിക്കും. അത് എക്സാമിന് നല്ലൊരു യൂസ് ആവും. അങ്ങനെ മോൻ്റെ ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തു. അവന് 9 മണിയാകുമ്പോൾ അവൻ്റെ ബസ് വന്ന് അവൻ പോകും. പിന്നെ വീട്ടിൽ കുറച്ച് പണിയുള്ളതെന്ന് വെച്ചാൽ ഇത് അടിച്ചു വാരി ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഒരു 10 മണിയാകുമ്പോൾ എൻ്റെ ജോലിയൊക്കെ തീരും.